മൂക്ക് ഒരു മൂക്കട്ടെ ശ്വാസം വലിച്ചാൽ യാത്രാ വൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ ഒരു കിടിലൻ സ്പോട്ടിലേക്കാണ്. കൂടുതൽ വിനോദസഞ്ചാരികളൊന്നും എത്തപ്പെടാത്തൊരു സ്പോട്ട് കൂടിയാണ്. അഡ്വഞ്ചർ, അതുപോലെ തന്നെ ട്രെക്കിങ്, ഓഫ് റോഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. മണ്ണാർക്കാട് ടൗണിൽ നിന്ന് 21 കിലോമീറ്ററാണ് കറക്റ്റ് വാട്ടർഫാളിൻ്റെ അടുത്തേക്കുള്ള ദൂരം. അതിൽ 6 കിലോമീറ്റർ നമ്മൾ എന്ത് ചെയ്യണം, ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെ യാത്ര ചെയ്യണം. ഞങ്ങൾ പോകുന്ന സമയത്ത് എന്തായാലും നല്ലൊരു ചെറിയൊരു കോടമഞ്ഞും മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അടിപൊളി യാത്രയായിരുന്നു. പിന്നെ ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് നമുക്ക് പിന്നെ പറയണ്ടല്ലോ, യാത്രയിൽ കിട്ടുന്ന ഒരു ഫീല് വേറെ തന്നെയാണ്. അറ്റില വാട്ടർഫാൾ എന്നാണ് അറിയപ്പെടുന്നത്. ആറൽ വാട്ടർഫാൾ എന്നും ഇതിന് പേരുണ്ട്. നമ്മളെ മീൻവല്ലത്തേക്ക് തിരിയുന്നതിന് മുമ്പ് ലെഫ്റ്റിലോട്ട് ചെറിയൊരു റോഡുണ്ട്. നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് അറ്റില വാട്ടർഫാളിൽ എത്തപ്പെടാം. പിന്നെ ഒരു കാര്യം പറയേണ്ടതെന്നാൽ റോഡ് വളരെ മോശമാണ്. ടാർ ചെയ്ത റോഡ് കഴിഞ്ഞാൽ വളരെ മോശം, ട്രക്ക് ചെയ്ത് നമുക്ക് നടന്ന് പോകേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും. അപ്പോൾ വെള്ളം അതുപോലെ തന്നെ ഭക്ഷണം കാര്യങ്ങളൊക്കെ പരമാവധി എന്ത് ചെയ്യണം, നമ്മൾ കയ്യിൽ വെക്കുന്നതെന്നല്ല. പിന്നെ എന്താ പറഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോലെ നല്ല റിസ്ക് പിടിച്ചൊരു പരിപാടിയാണ്. അത്രയും ടാസ്ക് പിടിച്ച റോഡാണ്. പിന്നെ മലൻ്റെ നല്ല കുഞ്ഞി പ്രദേശമാണ്. കല്ലടിക്കോട് എത്തുന്നതിന് മുമ്പായിട്ട് നമുക്ക് മീമല്ലം എന്ന് പറഞ്ഞൊരു ബോർഡും കാര്യങ്ങളൊക്കെ കാണാം. മീമല്ലം വാട്ടർഫാൾ. അവിടെ അറ്റില വാട്ടർഫാളിൻ്റെ ഒരു ബോർഡ് എവിടെയും കാണാൻ കഴിയില്ല. അപ്പോൾ അത് കാരണം നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. കാരണം കൂടുതൽ യാത്രക്കാരും മീമല്ലത്തേക്ക് യാത്ര ചെയ്ത് പോകുന്നവരാണ്, അറിയാത്തവരാണ്. അത് അവിടെയാണ് സ്ഥാനം വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് യാത്ര ചെയ്ത് പോകുന്നത്. അപ്പോൾ അത് നമ്മൾ നല്ല ശ്രദ്ധിക്കേണ്ട ആവശ്യം. പിന്നെ മീമല്ലത്തേക്ക് പോകുന്ന അവിടെ തന്നെ നമുക്ക് ടിക്കറ്റ് എടുത്തതിൻ്റെ ഉള്ളിൽ കയറാം. പിന്നെ അനധികൃതമായിട്ട് കയറുന്നവർക്ക് കർശന നിയമം കാര്യങ്ങളൊക്കെ സർക്കാരിൻ്റെ വകയായിട്ടുള്ള അവിടെ ഫ്ലക്സ് ബോർഡും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. ഞങ്ങൾ പോയ സമയത്ത് എന്തായാലും കിട്ടുന്ന സമയം, അപ്പോൾ അതുകൊണ്ട് നമുക്ക് യാത്രയുടെ നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. ഞങ്ങളെ മുന്നിൽ പോകുന്ന പിക്കപ്പ് വണ്ടി കണ്ടു, അതൊക്കെ യാത്ര ഇഷ്ടപ്പെടുന്നവരുണ്ട്. കൂടുതൽ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവരൊക്കെയാണ് മനസ്സിലായത്. കാരണം അവർ വണ്ടി വിളിച്ചിട്ടൊക്കെയാണ് അവിടെ യാത്ര ചെയ്ത് വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. എന്തായാലും യാത്രാപ്രേമിയായ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഒരു സ്പോട്ട്, ഒരു രക്ഷയില്ലാത്ത സ്പോട്ടാണ്. ഇത്രയും അടിപൊളിയാണ്. കാരണം ഫുള്ള് ഫോറസ്റ്റിൻ്റെ ആംബിയൻസാണ്. ഫോറസ്റ്റിൻ്റെ ഉള്ളിലൊരു ഒളിച്ച് നിൽക്കുന്ന പോലെ ഒരു വെള്ളച്ചാട്ടമാണ്. അവർക്ക് എത്തപ്പെടാൻ ഭയങ്കര റിസ്ക്കാണ്. അതുകൊണ്ടാണ് അവർക്ക് ആരും എത്തപ്പെടാത്തത്. കൂടുതൽ പുറത്തുനിന്നുള്ള ആൾക്കാരൊന്നും ഇവിടേക്ക് എത്തപ്പെട്ടിട്ടില്ല. കാരണം അങ്ങോട്ട് നല്ല ടാസ്ക് പിടിച്ച റോഡാണ്. ഇവിടെ ഇതിൽ ഈ യാത്ര ചെയ്ത് പോയവർ ഇവിടേക്ക് ഈ വെള്ളച്ചാട്ടം കാണാൻ വന്നവർക്ക് ജസ്റ്റ് ഒരു കമൻ്റ് കിടക്കും. അങ്ങോട്ട് പോയവർക്ക് ജസ്റ്റ് അവിടുത്തെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാകാൻ ഒരുപാടുണ്ടാവും. പിന്നെ അവിടെ പോകുന്ന വഴിക്ക് മരത്തിലും കാര്യങ്ങളൊക്കെ ഒരുപാട് തേനീച്ചക്കൂടും കടന്നൽ കൂടൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊന്നും എറിയാനൊന്നും പോകില്ല. മലങ്കടന്നിലൊക്കെ അവിടെ നിന്ന് കടിയേറ്റ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് തിരിച്ചെത്തൽ ഉണ്ടാവില്ല. അത് ഞാൻ വീണ്ടും പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ മുകളിൽ നിന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരൽ നല്ല റിസ്ക്കാണ്. തിരിച്ചു വരുമ്പോൾ തന്നെ നമ്മൾ ജീവൻ പോകും. അതാണ് ഞാൻ വീണ്ടും പറയുന്നത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം യാത്ര ചെയ്ത് പോകാൻ. പിന്നെ അവിടെ കടകളും കാര്യങ്ങളൊന്നും ഇല്ല. അതിൻ്റെ മുകളിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും വാങ്ങാനും കാര്യങ്ങളൊന്നും കഴിയില്ല. എന്തായാലും നമ്മൾ പാലക്കാട് ജില്ലയുടെ പ്രകൃതി ഭംഗിയിൽ എന്തൊരു സ്ഥാനം ഈ ഒരു വെള്ളത്തിലുണ്ട്. വണ്ടി പൊങ്ങിക്ക കേറില്ലേ കാലും കേട്ടോ. അതിൻ്റെ കാറ്റ് നോക്കിക്കൊള്ളട്ടില്ലേ, റോഡാണത്.
ആനയും പുലിക്കുന്ന സ്ഥലമാണ്. പാറ ഡയലോഗ് ഉണ്ടല്ലോ, ഇതെന്താണ് അവിടെ ഗുഹയൊക്കെ വീഡിയോ വേണം പോകണം. ഏതിനൊക്കെ പോണ വഴിയൊക്കെ വഴി തന്നെയാണ് പോയിക്കോളി. മൂക്ക് ഒരു മൂക്കത്തെ ശ്വാസം വെച്ചാൽ